96 മീ നിങ്ങളുടെ സ്വന്തം അജോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം ഹൈഡ്രാക്ലോറിക് പെഡൽഡ് സാനിറ്റൈസറാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപയോഗപ്രദമായൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമാക്കണേ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ആദ്യമേ ആവശ്യമുള്ള 4 വുഡൻ പീസസ് ആണ്. ഈ വുഡൻ പീസസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാൻ പറയുമ്പോൾ ഈ കുപ്പിയുടെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ കുപ്പിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുപ്പിയുടെ ഹൈറ്റും വെയിറ്റ് നോക്കുകയാണ് കട്ട് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളായി ഫ്രെയിമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വുഡൻ പീസസ് എല്ലാം കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിനൊപ്പം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു സിറിഞ്ച് നന്നായിട്ട് ഇറങ്ങിപ്പോകാൻ കണക്കിനാണ് ഒരു ഹോൾ ഇട്ടിട്ടുള്ളത്. നമുക്ക് നല്ലതായിട്ട് ഒരു സിറിഞ്ച് ഇതാക്കി വരുമ്പോൾ നല്ല വിട്ടുള്ള ഒരു സിറിഞ്ച് നോക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യുക. അതിലൂടെ നമ്മൾ ഈ കുപ്പിയുടെ വെൽത്ത് കഴിഞ്ഞ ശേഷം കുറച്ച് ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അത്രയും ഭാഗം നമുക്ക് വിടേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്യാൻ ആവശ്യമാണ്. അതോടൊപ്പം ഹൈറ്റ് വന്നിട്ട് കുറച്ച് ഭാഗം എക്സ്ട്രാ ആണ് മേക്കിംഗ് പ്രൊസീജിയറിൽ കിടക്കാം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഫ്രെയിമർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 2 സ്ക്രൂ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഈ 2 ഇത് നമുക്ക് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈഡ്രാക്ലോറിക്കിൽ സിറിഞ്ചിന് ആവശ്യമുണ്ട്. നല്ല വിത്തുള്ള സിറിഞ്ചാണ് എടുത്തിട്ടുള്ളത്. 2 സിറിഞ്ച് എടുത്തിട്ടുണ്ട്. നല്ല വിത്തുള്ള 2 സിറിഞ്ച്. ഇതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ഒരു കളർ വെള്ളം കുറച്ചെടുത്തിട്ടുണ്ട്. അതപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സിറിഞ്ചിലേക്ക് ചെയ്യാം. 2 സിറിഞ്ച് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ട്യൂബ് ആവശ്യമാണ്, ചെറിയ ട്യൂബ്. നിങ്ങൾ ഡിസ്റ്റൻസ് എടുക്കുന്നതനുസരിച്ച് ട്യൂബിൻ്റെ ലെങ്ത് കൂട്ടാം. മാക്സിമം അടുത്ത് വയ്ക്കുന്നതായിരിക്കും ട്യൂബ് നല്ലത്. ട്യൂബ് കുറച്ച് ഡിസ്റ്റൻസ് കുറഞ്ഞായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 1 മീറ്റർ 2 മീറ്ററോളം എടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ പോർഷനിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ട്യൂബ് ഒന്ന് ഇവിടെ വയ്ക്കാം. മറ്റേ എൻഡിൽ ഇതൊന്ന് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിനി ഈ പോയിന്റിൻ്റെ ഇവിടെ ഒരു ടാഗ് ഉപയോഗിച്ചൊന്ന് ടാഗ് ചെയ്യാം. വെള്ളം ലീക്കാവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ടാഗ് ചെയ്യുന്നത്. നല്ല ടൈറ്റിന് തന്നെ ടാഗ് ചെയ്യണം. ചിലപ്പോൾ വെള്ളം ലീക്കായാൽ ഇത് വർക്കാവില്ല. അപ്പോൾ ഇനി അടുത്ത സൈഡ് കൂടെ നമുക്ക് ടാഗ് ഉപയോഗിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് ടൈറ്റായൊന്ന് ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വാട്ടർ ലീക്കാണെങ്കിൽ ഇത് വർക്കാവില്ല. നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സിറിഞ്ചിലുള്ള വെള്ളം ഈ ട്യൂബിലോട്ടൊന്ന് ഫില്ല് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. അതാണ് ഈ ട്യൂബ് പ്രഷർ കൊടുക്കുമ്പോൾ ഈ ട്യൂബ് പൊങ്ങിയേറുന്നത് കാണാം. വീട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു അയൺ സ്റ്റാൻഡിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു ടാഗ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഫ്രെയിം. അതോടൊപ്പം നമ്മുടെ പെഡൽ വരുന്ന ഭാഗമായിട്ട് ഇവിടെ ടാഗ് ഉപയോഗിച്ച് തന്നെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം മെയിനായിട്ടുണ്ട്. ഈ ട്യൂബ് വരുന്ന ഈ പോയിന്റിൽ നമ്മൾ
ട്യൂബ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടെ നീളത്തിൽ ഇട്ടിക്കണം. അല്ലെങ്കിൽ ഇത് മടങ്ങി പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ പ്രഷർ കൊടുക്കുമ്പോൾ അത്ര ഇത് താന്നു വരില്ല, ഇങ്ങോട്ട് പ്രഷർ വരില്ല. അതോടൊപ്പം നമ്മൾ ഈ ഭാഗം വരുന്ന ഈ എക്സ്റ്റെൻഡഡ് ആയിട്ട് വരുന്ന ഈ പോർഷൻ ഈ സിറിഞ്ചിൽ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിക്കണം. അപ്പോൾ ഈ താഴ്ത്തി ഇട്ടിക്കുന്നതാണ് നല്ലത്, ഇതുമായിട്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ തന്നെ. അതാകുമ്പോൾ നമുക്ക് സാനിറ്റൈസർ പെട്ടെന്ന് നമ്മൾ അല്ലെങ്കിൽ ലോങ് ടൈം എടുക്കും ഈ സാനിറ്റൈസർ ഇങ്ങോട്ട് താഴ്ന്നു വരെ ഇവിടെ വരെ ഇവിടെ നിൽക്കുന്ന താഴ്ന്നു വരെ. ഇതാകുമ്പോൾ നമ്മളൊരു തൊട്ട് കൊട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് കയ്യിൽ സാനിറ്റൈസർ വരും. എനിക്ക് ഒരിക്കൽ കൂടെ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ആണോ സാനിറ്റൈസർ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഇതിനെ മേക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും കുഞ്ഞു കുട്ടികൾക്കും അതിന് വലിയവർക്ക് വരെ ഇത് ചെയ്യാവുന്നതാണ്. ലോ കോസ്റ്റ് ആണ്. ഇതിന് ആകെ ചിലവ് വരുന്നത് ഈ ട്യൂബ്, പിന്നെ അതുപോലെ തന്നെ സിറിഞ്ച്, ഈ വുഡൻ പീസ്, വേറെ ഒരു കോസ്റ്റും വരുന്നില്ല. പിന്നെ സാനിറ്റൈസർ അതെല്ലാവരുടെയും വീട്ടിലിപ്പോൾ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ മേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലോ ഒരു സ്ഥലത്തോ ഇത് ഫിക്സ് ആവുന്നതാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് മീ അജോ ദ സൈനിങ്